ഞങ്ങൾ പിന്നെയും വന്നിരിക്കുകയാണ് ഗൈസ്. എന്നൊരു ചലഞ്ച് അല്ല അത് കണക്കൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കണേ. എന്നെ ഭയങ്കരമായിട്ടൊന്ന് ചലഞ്ച് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്താണ് ഏതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കും, അല്ല കാണിക്കും ഫോട്ടോസ്. അത് അച്ഛൻ പറയണം അങ്ങനെയാണ് ഇതിന്റെ ടാസ്ക് ചലഞ്ച്. പറയും കുറച്ചൊക്കെ അറിയായിരിക്കും, കുറച്ചല്ലേ ഒരുപാട് അറിയായിരിക്കും. എന്താണ് സംഭവം? എന്താണ് കാര്യം ഞാൻ പറഞ്ഞില്ല. അച്ഛനാണെങ്കിൽ നമ്മൾ കുറച്ച് ഫീമെയിൽ പ്രൊഡക്ട്സ് ഗസ് ചെയ്യുന്ന ചലഞ്ചാണ്. അതായിരുന്നല്ലേ? വലിയ പിടിയൊന്നുമില്ല. ഓക്കെ, അപ്പം വലുതായിട്ട് വലിച്ച് നീട്ടിക്കുന്നില്ല. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, ഫസ്റ്റ് പ്രോഡക്റ്റ് വരട്ടെ. പ്രോഡക്റ്റിന്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. അപ്പൊ നമുക്ക് കാണാൻ എളുപ്പമല്ലേ. ഇങ്ങനെ കാണിക്കുമ്പോ കണ്ടോ പ്രശ്നം കാണൂല. ഞാന് സൈഡിൽ കൊടുത്തേക്കാം. അത് കൊള്ളൂല്ലേ? കാണിച്ചു നോക്കിയാണ്. ഇങ്ങനെ ഓക്കെയാണ്. കാണുന്നുണ്ടല്ലേ? ഇല്ലേ? കാണുന്നുണ്ട്. ഇങ്ങനെ കാണിക്കുക, അതാണ് നല്ല. ഓക്കെ, അപ്പൊ അച്ഛൻ ആദ്യം നിങ്ങളെ കാണിച്ചിട്ട് അച്ഛനോട് കാണിക്കും. അച്ഛനാണ് ഗസ് ചെയ്യണം. ആ ഗസ് എല്ലാം കറക്റ്റായിട്ട് പറയണം. പിന്നെ എന്റെ നെറ്റിയിലെ ഈ സാധനം നെറ്റിയിലെ കുരിശ് ഇന്ന് ചാരബുദ്ധനാണ്. അപ്പൊ അതിന് നമ്മുടെ പള്ളിയിൽ പോയപ്പോ നമുക്ക് എല്ലാവർക്കും അച്ഛനുണ്ട്. ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ എപ്പോഴും എന്തോ ചെയ്തപ്പോ പോയെന്ന് തോന്നി. അതിനിപ്പൊ കാണാനില്ല. ഞാൻ നല്ല കുട്ടിയായിട്ടിട്ടുണ്ട്. നല്ല കുട്ടി. ആദ്യമായിട്ടാണോ കേട്ടണേ? ഞാന് മലക്കര കാത്തലിക്. അപ്പൊ ഞങ്ങളുടെ അതിനകത്ത് ഈ സമ്പ്രദായം ഇല്ല, ലാറ്റിനില് മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യമായിട്ടാണ് എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഗുഡ്. എടുത്തോ, സമയങ്ങളെ വലിച്ച് നീട്ടിക്കണ്ട. ഞങ്ങളുടെ ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോയാണ് ഫസ്റ്റ് പ്രോഡക്റ്റ്. പിന്നെ എന്താണ് ഇതിപ്പോ പീരീഡ്സ് സമയത്ത് പേര് പറഞ്ഞാൽ മതി. പീരീഡ്സ് സമയത്ത് എല്ലാരും ഉപയോഗിക്കുന്ന, അല്ല ഗേൾസ് എല്ലാരും ഉപയോഗിക്കുന്ന സാധനം. പീരീഡ് സമയത്ത് എല്ലാം ഗേൾസ് മാത്രമേ വരുള്ളൂ പീരീഡ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോരട്ടെ. എന്തായിരുന്നു? ഇതല്ലേ? ഇതത് തന്നെ. എന്താ പറ? ഈ പെൺപിള്ളേര് മുള്ള ഉപയോഗിക്കുന്ന സാധനം. ഞാൻ കൊറേയൊക്കെ നേരത്തെ കാണിച്ചു കൊടുത്ത്. ഇതൊന്നും ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ഈ സാധനം ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. പിന്നെ ഇതെങ്ങനെ മനസ്സിലായി? ഇത് അവര് കണ്ടായിരുന്നു, ഓഡിയൻസ് ഉണ്ടായിരുന്നു. കാണിച്ചു കൊടുത്ത് ഞാൻ. അല്ല ഇതെങ്ങനെ അറിയാം? പിന്നെ ഇതിങ്ങനെ അതിന്റെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് തന്നെ സാധനം അറിയണ്ടേ? ചുമ്മാ ഗസ് ചെയ്തതാണ്. കിട്ടി. നെക്സ്റ്റ് വരട്ടെ. അത് എനിക്കിവിടെ കാണിച്ചു തന്നതാണ്. എന്താണ് സാധനം? ഇതെന്തോന്ന്? രണ്ട് സൈഡ് മറ്റേ ഗ്രീൻ കളർ ഗ്രാപ്സ് ഇല്ലേ, അത് വെച്ചിങ്ങനെ രണ്ട്. എന്താണോ എന്തോ. ഇതെന്തോന്ന്? എന്തിനു വേണ്ടിട്ട് ഉപയോഗിക്കണ? ക്ലൂതാ? അല്ല ഇത് കണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. ഷേവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ബ്യൂട്ടി ആയിട്ട് റിലേറ്റഡ് ഒരു സാധനമാണ്. ബ്യൂട്ടി ബ്ലഷ് ചെയ്യാൻ വേണ്ടിട്ട്. ഒന്നുകൂടെ പറ. ചെറിയ ക്ലൂടെ ഫേസ് യൂസ് ചെയ്യണതാണ്. മസാജ് ചെയ്യണ സാധനം. മസാജ് റോളറാണ്. മസാജ് ഷേപ്പ് വരാനും അതിനൊക്കെ യൂസ് ചെയ്യാം. കണ്ടു കഴിഞ്ഞാ എന്തോ മുന്തിരി കണക്കിനുണ്ട്. ഇത് പുട്ടിയിടാൻ വേണ്ടിട്ട്. അതല്ലേ? പുട്ടിയിടാൻ വേണ്ടിട്ട്. പേരെനിക്കറിയണ്ട കൈസ്. പുട്ടിയിടാൻ വേണ്ടിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ഈ പുട്ടിയിടാൻ വേണ്ടി. പിന്നെ പുട്ടിയിടാനാണ്, പക്ഷെ അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് അത് തന്നെ ഉദ്ദേശിച്ചു. ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഇങ്ങനെ.
അത് തന്നെ മതി മതി എനിക്കറിയാം. ഞാൻ പറഞ്ഞു തരട്ടെ. നമ്മളിങ്ങനെ കൺസീലറും ഫൗണ്ടേഷനും ഒക്കെ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് അതിനെ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമുക്കൊന്ന് ഫൗണ്ടേഷൻ ഞാൻ യൂസ് ചെയ്യൂ എന്റെ കൂടെ കൂടിയ ശേഷം അങ്ങനെയുള്ള സാധനങ്ങൾ നേരത്തെ ഞാൻ അങ്ങനെ അധികം ചുമ്മാ അവിടെ വീട്ടിൽ ഉണ്ട് ഒരുപാട് സാധനങ്ങൾ എന്തൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. നാച്ചുറൽ ബ്യൂട്ടിയാണ്. നാച്ചുറൽ ബൂട്ടി. സൗണ്ട് കൂട്ടി പറഞ്ഞില്ലേ കേക്കൂല ബൂട്ടി. ഇതെനിക്കറിയാം ഗൈസ്. ഈ സാധനം എനിക്കറിയാം. ഈ കൺപീലിനെ ഇങ്ങനെ ചുരുട്ടി മേലോട്ട് ആ സാധനം പേരൊന്നും യൂസ് ചെയ്യാൻ എനിക്കറിയാം. ഇതെന്റെ ഉണ്ട് അച്ഛക്ക് അറിയാം. ചുരുട്ട് പീലി ചുരുട്ട് ചുരുട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബീഡിയല്ലേ ചുരുട്ടെന്ന്. അതല്ല ആരും ഉപയോഗിക്കുന്നത്. മസ്കാര. ഞാൻ 10 പ്രൊഡക്ട്സിന്റെ എന്റെ ഫോട്ടോസ് എടുത്തിട്ടുള്ളതാണ്. ഇതിപ്പോ കൊറേ ആയി. കൊറേ അല്ല, ഏകദേശം ഒരു 5-6 കണ്ടായെന്ന് തോന്നുന്നു. ഭയങ്കര എല്ലാം അറിയാന്നുള്ളതുകൊണ്ട് പിന്നെ ശരി. ഞാൻ മറ്റേ റോളെന്ന് പറയുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ ഞാൻ ക്ലൂ തന്നോണ്ടാണ് പറഞ്ഞത്. പിന്നെ അതെന്തോന്ന് ജട്ടിയോ? ഇതെന്തോന്ന്? ഇത് ഞാൻ കാണിച്ചു തന്നു പറഞ്ഞിട്ടുണ്ട് എന്തിനുള്ള. ഇത് ആദ്യം എനിക്കും അറിയില്ല, ഞാൻ യൂസ് ചെയ്യാറില്ല. ഓഹോ, അപ്പൊ നമുക്കിട്ട് പണി തന്നെയാണല്ലേ? ഇന്ന് നെറ്റിൽ നോക്കി കണ്ടുപിടിച്ച തന്നെ സാധനം? ഇല്ല, ഞാനൊരു വീഡിയോ ഇപ്പൊ എങ്ങനെ ഇരിക്കണ ഗൈസ്? എന്നിട്ടാണ് എന്റെ അടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ജട്ടി അല്ല, നിക്കർ. ഇതൊന്നും പാഡിനാരും ഉപയോഗിക്കുന്നതാ? അല്ല, ആ പീരീഡ് സമയത്ത് യൂസ് ചെയ്യുന്നതാണ്. ഓ, പീരീഡ് സമയത്ത്. ഞാൻ ഒരു വീഡിയോ കണ്ട പേപ്പറാണ്. ഓ, അന്ന് അത് മറ്റേ വയറിന്റെ അവിടെ വയ്ക്കുന്ന ഹീറ്റിന്റെ വേദന. എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് ഇത് പറഞ്ഞു തന്നായിരുന്നു. പെട്ടെന്ന് കത്തിയതാണ്. എനിക്ക് അറിഞ്ഞൂടായിരുന്നു സാധനം. ഓക്കെ, വലുതായിട്ട് അങ്ങനെ വലിച്ചു നീട്ടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇഷ്ടപ്പെട്ടേന്നൊക്കെ ചോദിക്കും. അതിന് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാന്നുള്ളതുകൊണ്ട് ഒരു ലാഗ് അടിക്കേണ്ട ആവശ്യമില്ല ഇവിടെ. ശരിയാ. ഇതെന്തോന്ന്? ഇത് മറ്റേ ഇതാണ്. മറ്റേ ഇത് പുഴുവല്ലേ? വാൽമാക്കറി. വാൽമാക്കറിയില്ലേ ഇത്? ഇവര് സിഗരറ്റിന്റെ ബാക്കില് വാല് കൊടുത്തിട്ട് വെട്ടിക്കുന്നവരുണ്ട്. അത് എനിക്കറിയാം. ഈ ഇടയ്ക്കാണ് ഞാനും ഇത് കണ്ടത്. ഞാനൊരു വീഡിയോ കണ്ടപ്പോഴേ കണ്ട. ഇത് പീരീഡ്സ് സമയത്ത് എന്തോ പേടിന് വരെ യൂസ് ചെയ്യണ സംഭവം തന്നെ അല്ലേ? പേരിനിപ്പം കുറ്റിപ്പഞ്ഞി. കുറ്റി പോലല്ലേ ഇരിക്കണ കുറ്റിപ്പഞ്ഞി. എന്തൊക്കെ പേരാണോ അറിഞ്ഞൂടാത്തവർക്ക് അറിയാനായിട്ട് പറഞ്ഞു തരികയാണ്. എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? കേട്ടില്ലെങ്കിൽ ഒന്നേ ഡബ് ചെയ്താൽ മതി. ഞാൻ ഡബ് ചെയ്യാം. അടുത്തത് ലാഗ് അടിപ്പിക്കല്ലേ. ഞാൻ മറന്നുപോയി എന്താണെന്ന്. അവിടെ അറിഞ്ഞൂടാ. എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ട് ചോദിക്കും എനിക്ക് ജബ. നെക്സ്റ്റ് വെസൽ എനിക്കറിയാം. ഇത് പാടാ. ഇതിന് മാത്രം പാടാണ്. എന്ത് ചെയ്യാനറിയോ? ഇതിന് മാത്രം കഷ്ടപ്പാടാണല്ലേ. നെക്സ്റ്റ് ഇത് പിന്നെ കെട്ട് കഴിഞ്ഞതിന് ശേഷം ഈ സാധനം വച്ച് പണി ചെയ്യാൻ വേണ്ടി ഞാനും പഠിച്ചു. അതുകൊണ്ട് പിന്നെ എനിക്ക് പേഴ്സണൽ ഹെയർ ഡ്രസ്സർ ആയി മാറി. എന്റെ മുടി സ്ട്രെയിറ്റ് ചെയ്ത് ഒരു ദിവസം ഞാൻ ഗിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോ ഒരു പുതിയ നല്ലൊരു സാധനം ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എവിടെയെങ്കിലും കൊണ്ട് വെറുതെ നിനക്ക് കാശ് കളയണമെന്ന് ചേച്ചി വാങ്ങിച്ചു കൊടുത്തതാണ്. എന്നിട്ട് അത് വാങ്ങിയതിന് ശേഷം ഞാൻ ഒരു ദിവസം ചെയ്തു. ഒരു ദിവസം 2-3 ദിവസം ചെയ്തിട്ടുണ്ട്. അപർണയുടെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയപ്പോ അത് അപർണയല്ല ഗായത്രി അല്ലേ? ഗായത്രിയുടെ കല്യാണത്തിന് പോയപ്പോ അപർണ ഗായത്രിയുടെ കല്യാണത്തിന് പോയപ്പോ പിന്നെ എങ്ങനെയുള്ള കല്യാണം പോയപ്പോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചുമ്മാ ഉറയാണെന്നോ ഒരു ദിവസം ഉപയോഗിച്ചത്. തീർന്നു. ലാസ്റ്റ് ഞാൻ കരുതി ഇതിന്റെ മേളിൽ കൂടെ എന്തോ പോവാന്നേ. ആ സാധനത്തിൽ കൂടെ ഒരു ഉറുപ്പ് കയറി പോയാണ്. ഫോണിൽ കൂടെ. കുഴപ്പമില്ല, ഫോൺ നമ്മളവിടെ അഭിനയിക്കാൻ കയറി. ഓക്കെ,
ഇത് ഉപയോഗിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്തതാണ് മച്ചാനും ഞാനും. അതുകൊണ്ട് പിന്നെ അച്ഛൻ്റെ സപ്പോർട്ടോടെ മാത്രമാണ് ഞാൻ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയത്. ഞാനിതാ യൂസ് ചെയ്യുന്നത്. പറഞ്ഞ എല്ലാവർക്കും പറഞ്ഞോ അതങ്ങ് പറഞ്ഞോ, എന്താ എല്ലാ ഗേൾസിനും. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. പാഡൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റാഷസും അങ്ങനത്തെ പ്രശ്നങ്ങളെ വരും. ഇതാകുമ്പോ നമുക്ക് പീരീഡ്സ് ആണെന്നേ ആ ഒരു ഫീലേ ഇല്ല. പെയിൻ ഉണ്ട്, അതുണ്ടാവും. നമുക്ക് ഫ്രീയാ. നമ്മുടെ ഈ പരസ്യത്തിലൊക്കെ കാണിക്കത്തില്ല, വൈറ്റ് പാൻറ് ഇട്ട് ചാടാന്ന്, അത് സേഫറി വെച്ചിട്ട് കാണിക്കാതെ. പക്ഷെ ഇത് വെച്ചിട്ട് ലിറ്ററലി അത് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് നമുക്ക് തോന്നത്തില്ല പീരീഡ്സ് ആണ് ഇങ്ങനെ എനിക്കാം. ഞാനൊക്കെ ആണെങ്കിൽ പണ്ട് പാഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വടി പോലെ കിടക്കും. അവിടെ നിന്ന് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, എങ്ങനെയായിരുന്നു ഞാൻ കിടക്കുന്നത്. നടക്കുന്നതായാലും അങ്ങനെ തന്നെ. ഇരുന്നിട്ടൊക്കെ എഴുന്നേൽക്കുമ്പോൾ ഒരു പേടിയാണ്. അങ്ങനെയാണ് എഴുന്നേക്കുന്നത്. അത് എല്ലാ ഗേൾസിനും അറിയാം. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. പേടിയില്ല, ഭയമില്ല, ഒന്നുമില്ല. കംഫർട്ടാണ് യൂസ് ചെയ്യാൻ. നമുക്ക് ആദ്യം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അച്ഛൻ പറഞ്ഞു സപ്പോർട്ട് വെരി ഗുഡ്, വെൽ ഡൺ മൈ ബോയ്. അങ്ങനെ അപ്പൊ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. മെൻസ്ട്രൽ കപ്പ്, ഇതിന്റെ പേര് മെൻസ്ട്രൽ കപ്പ് അല്ലേ? എനിക്കറിയാം ഇതിന്റെ പേര്. ഈ പേര് മാത്രം പറഞ്ഞു. അല്ല, ഇതിന്റെ പേരും പറഞ്ഞു, പാഡ് പറഞ്ഞു, സ്ട്രെയിറ്റ്നർ പറഞ്ഞു, അത് മാത്രം എത്ര പറഞ്ഞോളൂ. ഇത്രേ ഉള്ളു, സിമ്പിൾ ആയിരുന്നു. ഞാൻ വിചാരിച്ചത് ടഫ് ആയിരിക്കും, വേറെ എന്തൊക്കെ വലിയ വലിയ സാധനങ്ങളൊക്കെ കൊണ്ട് കാണിക്കുന്നു ചോദിച്ചു. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. മോശം, വളരെ മോശം. ഇനി ഞാൻ ഒരു ദിവസം കൊണ്ടുവരും ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളും കൊണ്ട് എന്താണ് നെക്സ്റ്റ് വീഡിയോ. അപ്പൊ നമ്മൾ അതായിരിക്കും വരുന്നത്, ബോയ്സിന്റെ സാധനങ്ങള്. അച്ഛൻ ഇതുപോലെ എടുത്ത് വെച്ചിട്ട് ഞാൻ ഗസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഇത്രയും മതി. ഇനി എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഒക്കെ, എന്തെങ്കിലും നമ്മൾ വീഡിയോ ചെയ്യണം, ഇത് എങ്ങനെ നമ്മൾ ഹോം ടൂർ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാവരും കൂടെ നിൽക്കുമ്പോ എടുക്കാനാണ് പ്ലാൻ. പിന്നെ വീഡിയോ ഒരെണ്ണം വഴിയെ വരുന്നുണ്ട്. ഒരു വീഡിയോ ഞാനിങ്ങനെ എടുത്തല്ല ആലോചിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട് ഒരു വീഡിയോയുടെ പറ്റി. ഓക്കെ, പിന്നത്തെ വീഡിയോ നമ്മള് ഇൻട്രോ പറഞ്ഞായിരുന്നു. ഇൻട്രോ പറയാ അവർക്ക് എല്ലാവർക്കും നമ്മളറിയാം. പിന്നെ എന്തോ ഇൻട്രോ. അപ്പൊ നമുക്ക് വീണ്ടും വേറൊരു നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.